യാഗ് എന്ന് പച്ചപ്പിൽ എഴുതിയിരിക്കുന്ന ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ യാഗ് എന്ന് പറയുമ്പം ആരാണെന്നായിരിക്കും പെട്ടെന്ന് പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നത്. യെസ്, യാഗ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിലാണ്, ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് രാഹുൽ ഈശ്വറിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1947 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഈ കാറിൻ്റെ നമ്പറിൻ്റെ പ്രത്യേകത 1947. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ഫ്ലാഗും കൂടി അതിനകത്തോട്ട്. അപ്പോൾ ഈ സ്പെഷ്യാലിറ്റിയൊക്കെ ഉള്ളതും ഈ വീടിൻ്റെ സ്പെഷ്യാലിറ്റിയും എല്ലാം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വീടിനകത്തോട്ടൊന്ന് പോവാം അല്ലേ? ഓക്കെ, അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ, ഓണവിശേഷങ്ങൾ നമുക്കറിയാം. യോഗനാഥൻ ന്യൂസ് വന്നോളൂ. ഓക്കെ, നമ്മളിവിടെ ഫ്രണ്ടിലെത്തി. നമുക്കൊന്ന് തട്ടി നോക്കാം ആരാണ് വന്ന് തുറക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? ഹലോ, യാഗ് ആണോ ഇത്? യാഗ്, നമ്മുടെ ഫ്രണ്ടിൽ നേരത്തെ കണ്ടു ഒരു പേര് യാഗ് എന്ന്. അതിന്റെ ഉടമസ്ഥൻ ദാ ഇവിടെ നിൽപ്പുണ്ട്. കൂടെ രാഹുലേട്ടനുണ്ട്, ദീപയുണ്ട്. ഹായ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ, അപ്പൊ ഇതാണ് വീട്. വളരെ മനോഹരമായി അല്ലേ? കാണുമ്പോൾ തന്നെ എല്ലാവർക്കും എന്താ പറയുക, എന്താണ് പുതിയൊരു വീട്, ആ ഒരു കൺസ്ട്രക്ഷൻ ഒരുപാട് അങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ. ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷനിലുള്ളൊരു വീടൊന്നും. എന്താണ് ഇങ്ങനെ ചെയ്യാനായിട്ട് ഡിഫറെന്റ് ആൻഡ് യുണീക്ക് ആയിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ചാണ്. ഡിഫറെന്റ് യുണീക്കുമായിട്ട് ഇങ്ങനെ സൃഷ്ടിക്കാം. കുറച്ച് പെയിന്റിങ്ങുകളുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പേര് അധികം ഒരു വീട്ടിലും കണ്ടിട്ടില്ല. യാഗ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ രീതിയിൽ എഴുതുക എന്ന് പറയുന്നത് പെട്ടെന്നൊരു വീടിന്റെ ഒരു ഇതല്ല. അപ്പൊ ആ ഒരു എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. യാഗിനും ആ പേര് വളരെ യുണീക്ക് ആണല്ലോ, YAAG എന്നുള്ളത്. ശരിക്കും ദീപയുടെ അമ്മയുടെ കൂടെ കോൺട്രിബ്യൂഷൻ ആണത്. അതായത് ഞങ്ങൾ ശരിക്കും ആദ്യം പ്രയാഗ് എന്നാണ് മനസ്സിൽ കണ്ടത്. പിന്നീട് വിചാരിച്ചു കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് നെയിം ആകട്ടെ, YAAG. അങ്ങനെയാണ് യാഗ് വന്നത്. ഓക്കെ, നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ നിൽക്കുമ്പോ ഒരു ബുദ്ധനെ കാണാം അല്ലേ? അതെ അതെ, വീടിനുള്ളിലെ ടോളസ്റ്റ് ബുദ്ധ പെയിന്റിങ്സിൽ ഒന്നാണിത്. 24 അടിയോളം ഉണ്ട്. ശ്രീജിത്ത് എന്നൊരാളാണ് ചെയ്തത്. 1 മാസത്തോളം ഒരാളെ ഇവിടെ താമസിപ്പിച്ച് ചെയ്യിപ്പിച്ചത്. ഓക്കെ, ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, അടുത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് ജീസസ് ക്രൈസ്റ്റിനെ. എന്താണ് ഈ ഒരു ഫേസ് മാത്രമാണ് സാധാരണ നമ്മൾ കാണുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഞങ്ങൾ അങ്ങനെ ഇതൊരു ഏറ്റവും വലിയൊരു ഫേസ് വാൾ പെയിന്റിംഗ് ആകണം എന്ന് ഉദ്ദേശിച്ച. ഫുള്ള് കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നൊരു 12 feet 10 feet സംതിങ് 11 feet 130 square feet എന്തോ ആണ് ടോട്ടൽ. ഇത് വലിയ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. കാരണം പലരും ഇത് കാണുമ്പോൾ ഫോട്ടോ കാണുമ്പോൾ ഇത് ഫോട്ടോ എന്ന് വിചാരിക്കും. ഇത് ഫോട്ടോ അല്ല, അപ്പുറത്തെ വോള് കാണുമ്പോഴാണ് ഇത്രയും വലുതായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതേപോലെ ഗാന്ധിജിയുടെയും ഉണ്ട്. ഒരു ഗ്രീനറി പ്രതീക്ഷിച്ചാണോ ഇവിടോട്ട് വാങ്ങിയത്? അതെ അല്ലേ, ഗ്രീനറി പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ പണ്ട് കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ഇതും ഭയങ്കര ഒരു ചലഞ്ച് ആയിരുന്നിട്ടുണ്ടാവുമല്ലോ ചെയ്ത കാര്യം. ഇവിടെ നിന്ന് പെയിന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇത്രയും സ്കഫോൾഡ് ഇട്ട് അതെ ആ താഴത്തേക്ക് നോക്കുമ്പോ അറിയാം ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് സ്കഫോൾഡ് ഇട്ട് കയറി പെയിന്റ് ചെയ്തതാണ്. അങ്ങനെ യൂഷ്വലി ഇങ്ങനെ വീട്ടുകളിൽ ഇത്രയും വലിയ പെയിന്റിങ് അവിടെയാണ് ഗാന്ധിജി വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. അവിടെയാണ് നമ്മളൊരു വീട് പൂർണ്ണമായിട്ട് തീർന്നില്ല, അവിടെ ഒരു പൂജാമുറിയും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പൂജാമുറി അവിടെ താഴെ, ഇതിന്റെ താഴെയായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് കാർ പോർച്ചാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. ഇതിന്റെ ഈ ബാക്ക് സൈഡ് വലിയ ഡോറ് പോലെ വെച്ച് ഡോറ് തുറക്കുമ്പോ ഓക്കെ. പൂജാമുറിയിൽ ഏതൊക്കെ ദൈവങ്ങൾ ഉണ്ടാവും? അയ്യപ്പനുണ്ടാവും, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ദൈവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വേറെ എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. പരിശുദ്ധ ബൈബിള്, ഗീത, രാമായണം എല്ലാം ഉണ്ട്. എല്ലാ മതത്തെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എല്ലാ മതങ്ങളും ദൈവത്തിലേക്കുള്ള പാതയാണെന്നുള്ളതാണ് വിവേകാനന്ദ സ്വാമിയുടെ ഒക്കെ
ഗുരുദേവന്റെ എല്ലാവരുടെയും നിലപാട് ഏത് വഴിയിലൂടെ പോയാലും എന്നാലും ഒരു ഫേവറേറ്റ് ഗോഡ് ആരായിരിക്കും? അയ്യപ്പൻ ഇഷ്ടമാണ്. കാര്യം അപ്പൊ ഒരു ചരിത്ര പുരുഷനും കൂടെയാണ് അയ്യപ്പൻ. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് അയ്യപ്പൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അയ്യപ്പന് വേണ്ടിയിട്ട് ഇത്രയും ഫൈറ്റ്. അതെ അതെ അതെ. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഓണത്തെക്കുറിച്ച് ഒരുപാട് വാചാലരാവാൻ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള 2 വ്യക്തികളെയാണ് കിട്ടിയിട്ടുള്ളത് ഇന്ന് യോഗനാഥം ന്യൂസിൽ. നമുക്ക് സ്വാഗതം ചെയ്യാം രാഹുൽ ഈശ്വർ ആൻഡ് ദീപ. വെൽക്കം ടു ദ ഷോ. യാഗാണോ ഇത്? നമ്മൾ മലയാളികള് മഹാബലിക്കായിട്ടൊരു മന്ദിരമോ സ്മാരകമോ കേരളത്തിൽ നിർമ്മിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, അങ്ങനെ ഒരു സാധനം നമുക്കില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിർമ്മിക്കുകയാണെങ്കിൽ നല്ലതാണ്. മഹാബലി ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ്. ഈ മഹാബലിയുടെ അച്ഛന്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ, മഹാബലിയെ കുറിച്ച് ഭാര്യയുടെ പേരെന്താ, ഇത്തരം കാര്യങ്ങൾ അതൊക്കെ ഒരു ചോദ്യമാണ്. പണ്ട് മുതലേ ഞാൻ ഭയങ്കരമായ വിവരമുള്ള ആളായതുകൊണ്ടല്ല രാഹുൽ ഈശ്വർ എന്നെ കല്യാണം കഴിച്ചത്. എന്നെ സ്ലാപ്പ് ചെയ്തു, എന്നെ സ്ലാപ്പ് ചെയ്യുന്ന കുറച്ചൊരു കറേജില്ല. എപ്പോഴാ സ്ലാപ്പ് ചെയ്തത്? ഒരുപാട് ട്രോൾസിൽ വരുന്നുണ്ട്. രാഹുൽ ഏട്ടാ എങ്ങനെ കാണുന്നത്? ട്രോൾസ് പൊതുവേ ഹെൽത്തിയാണ്. ട്രോൾ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കലാരൂപമാണ്. ഓണമാണ്, ഓണം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓണമാണ്, ഓണത്തിന്റെ ഡ്രസ്സിലൊക്കെ എല്ലാരും അറ്റയറായിട്ടൊക്കെ ഇരിക്കുകയാണ്. എന്താണ് ഓണവിശേഷം നിങ്ങളുടേത്? ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞത് ശരിയല്ലോ. ലേഡീസ് ഫസ്റ്റ് എന്നാലും ഓണത്തെ കുറിച്ച് പറയാൻ ചേട്ടൻ തന്നെയാണ്. ശരിക്കും ഓണം നമ്മുടെ ഐതിഹ്യപരമായി നോക്കിയാൽ മഹാവിഷ്ണു ജനിച്ച നാളാണ് തിരുവോണം. മഹാവിഷ്ണു വാമനായിട്ട് ജനിച്ച നാളാണ്. അതോടൊപ്പം നമ്മളെ ഭരിച്ചിരുന്ന ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ചക്രവർത്തിയായ ബലി അല്ലെങ്കിൽ മഹാബലി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. അപ്പം നമുക്ക് വളരെ ഈ ബലിക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ പൊതുവെ ഓണം നമ്മുടെയാണ് അല്ലെങ്കിൽ മലയാളികളുടെയാണ് എന്ന് കരുതുന്ന ഒരു ഉത്സവമാണ്. അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം മഹാരാഷ്ട്രയുടെ തെക്ക് ഭാഗങ്ങൾ മുതൽ ബലിയെ പലപ്പോഴും അമ്പലങ്ങളിൽ ആരാധിക്കുന്നുണ്ട്. ബലിക്കായി മന്ദിരങ്ങളുണ്ട്. ഒരു വലി രാജ എന്നൊക്കെയാണ് പറയുന്നത്. ബലി തന്നെയാണ് വലി, ബലി തുടങ്ങിയ പ്രയോഗങ്ങൾ. ശരിക്കും സൗത്ത് ഇന്ത്യയിലെ വലിയൊരു ഭാഗം ഭരിച്ചിരുന്ന ചരിത്രത്തിന്റെ പുരാണത്തിന്റെ ദൃഷ്ടിയിലൊക്കെയുള്ള ഒരു രാജാവായിരുന്നു മഹാബലി. ആ മഹാബലി വളരെ നീതിമാനാണ്, ധർമ്മിഷ്ഠനാണ്, ഒരു സമത്വ സുന്ദര ലോകത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഈ ഗാന്ധിജി രാമരാജ്യം പറയുന്ന പോലെ ബലിരാജ്യം എന്നൊരു സങ്കല്പമാണ് മഹാത്മാ ഭൂലെ മുമ്പോട്ട് വെച്ചത്. ബലിയെ സ്മരിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് എന്നാണ്. അതാണ് ഓണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹാബലിയുടെ കാര്യമൊക്കെ പറഞ്ഞൊക്കെ ഒതുക്കി. നമ്മൾ ചോദിച്ചത് ഇവരുടെ വിശേഷമാണ്. പക്ഷെ അതിലൊരു കാര്യം കൂടെ, ശരിക്കും നമുക്ക് അതിലൊരു പ്രത്യേകത, നമ്മള് മലയാളികൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ പുതിയ ഡ്രസ്സ് മേടിക്കുക, ഷോപ്പിംഗ് പോവുക, സദ്യ, ഇതൊക്കെയാണ്. ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതിന്റെ ആത്മാവ് മഹാബലിയാണ് അല്ലെങ്കിൽ മഹാബലിയും വാമനനുമാണ്. അത് മിസ് ചെയ്യാത്ത രീതിയിൽ വേണം. നമുക്ക് ശ്രീകൃഷ്ണന്റെ ജയന്തിക്ക് ശ്രീകൃഷ്ണനാണല്ലോ കോർ, അല്ലെങ്കിൽ ക്രിസ്മസിന് നമ്മൾ യേശു ക്രിസ്തുവാണ് കോർ, അല്ലെങ്കിൽ നബിദിനത്തിന് പ്രവാചകൻ മുഹമ്മദ് ആണ് കോർ. അതേപോലെ ഈ നമുക്ക് മഹാബലിയെ കൂടെ ഓർക്കാൻ ഒരു ഇത് വേണം. നമ്മൾ ഒരിക്കലും ഈ TV കാണുന്ന കോമിക് മഹാബലി അല്ലാതെ ആ സമയത്ത് ഓർക്കാറില്ല. അങ്ങനെ മഹാബലിയും കൂടെ ഓർക്കാൻ ഒരു അവസരമാണ് ഇതെന്നാണ് വിശ്വാസം. അല്ല, ഞാൻ രാഹുലേട്ടൻ്റെ അടുത്ത് അല്ലാതെ ഒരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇത്രയും വാചാലനാവാൻ പറ്റുന്നത് കൊണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ഡിബേറ്റ് വരുമ്പോ ഫസ്റ്റ് തന്നെ വിളിക്കുന്നത് രാഹുലേട്ടനെ ആയിരിക്കും. അതെന്തുകൊണ്ടാണ് ആ ഒരു ചരിത്രം ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്താ പറയുക, എന്റെ ഒരു വിശ്വാസം, പക്ഷേ ഇത് കാണുന്ന ആൾക്കാരോടുള്ള ആഗ്രഹം, നമ്മൾ മലയാളികള് മഹാബലിക്കായിട്ടൊരു മന്ദിരമോ സ്മാരകമോ കേരളത്തിൽ നിർമ്മിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, അങ്ങനെ ഒരു സാധനം നമുക്കില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിർമ്മിക്കുകയാണെങ്കിൽ നല്ലതാണ്. മഹാബലി ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ്. അതുകൂടെ പറഞ്ഞു ഉള്ളൂ. ഓക്കെ, ഒന്നും പറയാനില്ല. അല്ല, ഞാൻ ഒരു കാര്യം ഞാൻ യോജിക്കുന്നത്, വിഷയം ഏതാണെങ്കിലും ചർച്ചയ്ക്ക് ആദ്യം വിളിക്കുന്നത് ആണെന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഇനി ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ ആദ്യം വിളിക്കുന്നത്. ആദ്യം വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഒരുവിധ റേറ്റ് കൂടി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ഇനി കൊഴുത്തോളും എന്ന് വിചാരിച്ചിട്ടാണോ എന്നുള്ളതാണ്. പക്ഷെ അതൊരു സത്യമാണ്. എന്ന് വെച്ചാൽ ഇതല്ല, ഇത് അല്ലാതെ എല്ലാം സത്യമാണ്. അല്ല, ഓണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ
സത്യം പറഞ്ഞ എന്റെ മനസ്സിലും ആദ്യം വരുന്നത് സദ്യ, പാച്ചൂർ ഓണക്കൊടി എടുക്കണം, ഓണക്കൊടി ആർക്കൊക്കെ എടുക്കണം, അങ്ങനെ. ശരിക്കും ഓണം ആഘോഷിക്കുന്നത് മഹാബലി തമ്പുരാണ്. അപ്പം ഇടയ്ക്കൊക്കെ മോൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അമ്മ എന്താ ഓണം, എന്താ ഈ ഫെസ്റ്റിവലിന്റെ പ്രത്യേകത, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് ശരിയാണല്ലോ അല്ലെ, അത് പാടില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഒരു. പക്ഷെ ഇപ്പം ചേട്ടൻ പറഞ്ഞ കഥകളാണെങ്കിലും ആക്ച്വലി കഥകളായിട്ട് തന്നെ ആൾക്കാർ കാണുള്ളൂ. ആരും അത് വിശ്വസിക്കില്ല. പിന്നെ ബലി എന്ന് പറയുന്ന ഒരാളുണ്ടോ എന്ന് പറയുന്നത് അതൊന്നും വിശ്വസിക്കില്ല. പക്ഷെ അതാണ് അതിന്റെ സത്യം. ഇപ്പം മഹാബലിയെ നാട് കടത്തി എന്ന് പറയുന്നതിന് ചേട്ടനൊരു തിയറി പറയും എന്താണ് എന്നുള്ളത്. ഞാൻ വായിച്ചിട്ടില്ല, അത് വായിച്ചിട്ടുള്ള അറിവായിരിക്കും. പക്ഷെ അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കും. മഹാബലി നാട് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നത് അർത്ഥം നാട് കടത്തി എന്നാണ്. അതായത് ചില പ്രയോഗങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ കാറിൽ വന്നപ്പോ നമ്മൾ പറന്നു വന്നു എന്ന് പറഞ്ഞാൽ ആകാശത്തൂടെ പറന്നു വന്നു എന്നല്ല, വളരെ വേഗത്തിൽ വന്നു എന്നാണ് അർത്ഥം. ഭാഷയ്ക്ക് ഇങ്ങനെ അലങ്കാരങ്ങളുണ്ട്, ഡെക്കറേഷൻ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അതേപോലെ മഹാബലിയെ നാട് കടത്തി എന്നുള്ളതിന്റെ ആലങ്കാരിക പ്രയോഗമാണ് മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നുള്ളത്. പക്ഷെ നമുക്ക് വിഷ്വലി കാണുമ്പോഴെല്ലാം വാമനം വന്നിട്ട് ചവിട്ടി താഴ്ത്തുന്നു അല്ലേ? ഭൂമിയുടെ അടിയിലേക്ക് പോകില്ലല്ലോ സാധാരണ. ആരെ ചവിട്ടിയാലും അതൊരു സിംബോളിക് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. പക്ഷെ നമ്മൾ ഞാൻ വളരെ പെട്ടെന്ന് മഹാബലിയെ കുറിച്ച് ലോകത്തെല്ലാ മലയാളികളും ആഘോഷിക്കുന്നത് നമ്മുടെ ഓണമാണ്. എവിടെ പോയാലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും US-ലാണെങ്കിലും UK-ലാണെങ്കിലും ഒക്കെ മഹാബലിയുടെ ഫേസ് ആണ് വരുന്നത്. പക്ഷെ ഈ മഹാബലിയുടെ അച്ഛന്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ, മഹാബലിയെ കുറിച്ച് ഭാര്യയുടെ പേരെന്താ, ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു ചോദ്യമാണ്. അറിയാം. മഹാബലിയുടെ അച്ഛന്റെ പേര് വിരോചനൻ എന്നാണ്, അമ്മയുടെ പേര് ദേവാംബ എന്നാണ്, ഭാര്യയുടെ പേര് വിന്ധ്യാവലി എന്നാണ്. മഹാബലിയുടെ മകനെ നമ്മൾ കുറച്ചുകൂടെ കേട്ടിട്ടുണ്ടാവും. പുള്ളിയുടെ പേരിൽ ഒരു ഡാം ഉണ്ട്, അതാണ് ബാണാസുര സാഗർ ഡാം, വയനാട്. ബാണൻ എന്നാണ്. എനിക്ക് ഒരു അറിവും ഇല്ലല്ലോ. ഓണത്തിന് ശ്രദ്ധിക്കാറില്ല, ആരുടെയും കുറ്റമല്ല, ഓണത്തിന് ശ്രദ്ധിക്കാറില്ല. മഹാബലിയെ കൂടി അറിയാൻ ഒരു അവസരമായിട്ട് ഇത് എടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു. അതെ, ഏറ്റവും ഞാൻ ആദ്യമേ പറഞ്ഞു ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. കാരണം ഓണത്തെ കുറിച്ച് ഇനി സംസാരിക്കാൻ അല്ലേ ഇതിൽ കൂടുതൽ വേറൊരാളില്ല എന്ന് കഴിഞ്ഞ വർഷം ഇതേപോലെ ഓണത്തിന് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ ഇന്റർവ്യൂ എടുത്തിരുന്നത്. അപ്പൊ അതിനകത്ത് ഈ കഥകൾ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രോള് വരും. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ മിസ്റ്റർ ബലി എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇങ്ങനെ ഒന്നും പറഞ്ഞു ഇങ്ങനെ അപ്പത്തേക്ക്. പക്ഷെ പക്ഷെ അതല്ലേ സത്യം എന്ന് പറയും. ഇതേപോലെ മോനെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവൻ അത് പോയി സ്കൂളിലോ മറ്റെവിടെയെങ്കിലും പറയുമ്പോഴത്തേക്കും ചിലപ്പം എന്താ പറയാ പിന്നെ അങ്ങനെയൊന്നും അല്ല. പൊതുവെ നമ്മള് ഇത്തരം ചരിത്രങ്ങളെയോ മിത്തുകളെയോ കഥകളെയോ പുരാണങ്ങളെയോ നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കാറില്ല എന്നൊരു വിഷയമുണ്ട്. ഞാൻ പറയണ മഹാബലിക്ക് എന്തായാലും ഒരു അച്ഛൻ വേണമല്ലോ, എന്തായാലും പുള്ളിക്ക് ഒരു കുടുംബം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതാണ് മഹാബലിയുടെ ഒരു ലൈനേജ്. നമ്മുടെ കേരളവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇനി ഒരു കൗതുകമുള്ള കാര്യം കൂടെ പറയാം. നമ്മുടെ ഇതിലുള്ള മഹാബലിയെ ചവിട്ടി താഴ്ത്തിയതോ നാട് കടത്തിയതോ ഇന്നത്തെ സൗത്ത് അമേരിക്ക എന്ന പ്രദേശത്തേക്കാണ്. അതിനെയാണ് പാതാളം എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഭൂഗോളത്തിന്റെ മറുഭാഗം, അതിനെയാണ് പാതാളം. ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് കുഴിച്ചാൽ അമേരിക്കയിൽ പോകാൻ പറ്റും. സൗത്ത് അമേരിക്കയിലോട്ടാണ് മഹാബലിയെ നാട് കടത്തുന്നത്. അതാണ് അതിന്റെ അങ്ങനെ ഇന്ത്യ വൺസ് സൗത്ത് അമേരിക്കയിലെ GND മെഡ്ലോക്ക് എന്നൊരു ചരിത്രകാരൻ ഇതിനെ കുറിച്ച് പഠിച്ച് ഇന്ത്യ വൺസ് റൂൾഡ് അമേരിക്കാസ് എന്നൊരു പുസ്തകത്തിൽ ചില ഇതിനോടനുബന്ധിച്ചുള്ള റെഫറൻസുകളുണ്ട്. അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഫാസിനേറ്റിംഗ് ആണ്. എനിക്ക് ഏറ്റവും വലിയൊരു കൗതുകമായിട്ട് ഇപ്പൊ തോന്നിയെന്ന് അറിയാമോ, ഇപ്പൊ ഈ കഥയൊക്കെ പറഞ്ഞപ്പോ ദീപ പറഞ്ഞു എനിക്കും അറിയില്ല. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് പുള്ളിക്കാരി അവിടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുക. എന്താ അത് അപ്പൊ കഥയൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. ഇതൊരു പഠനത്തിന്റെ ഭാഗമായി വരണം. നമ്മുടെ എല്ലാ നാട്ടില് ചെറിയ പ്രായം മുതലേ നമ്മളൊരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരണം. പക്ഷെ ഓണം പലപ്പോഴും നമുക്ക് അങ്ങനെ വരാറില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഇതുണ്ടെങ്കിൽ കുറെ കൂടെ നന്നായിരിക്കും. അപ്പൊ ഇതുവഴി ഒരു അറിവ് കിട്ടി അല്ല ഇത് ഞാൻ കേട്ട് എനിക്ക് കുറെ പല ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ കേട്ട്. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ സത്യം പറയട്ടെ, ഞാനൊരു ശരാശരി മലയാളിയെ പോലെ ഇതിനെ കുറിച്ച് കൂടുതൽ ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആയിട്ടല്ലാണ്ട് അതിന്റെ ചരിത്രത്തിലേക്ക് ഇങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരാളൊന്നും അല്ല. പലപ്പോഴും ഇപ്പം വിവാഹത്തിന് ശേഷം പല ചാനലുകാരും
വിളിച്ചിട്ട് എന്നെ ആധ്യാത്മിക പരിപാടിയിലേക്കൊക്കെ അവതാരികയായിട്ട് അവതാരകയായിട്ട് എന്നെ വിളിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഗന്ധർവ സംഗീതം ഗ്ലോബൽ ഗ്രീറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ പിന്നെ പതുക്കെ ഇമേജ് ഒക്കെ മാറി വലിയ കാര്യത്തിലേക്കൊക്കെ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പിന്നെ എനിക്കൊന്നും പറയാനും പറ്റില്ലല്ലോ, ഇപ്പൊ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയും എന്തെങ്കിലുമൊക്കെ എഴുതി തരും. പോയല്ലേ എല്ലാത്തിനും എന്നെ ഇങ്ങനെ പറഞ്ഞു തരാം, വോയിസ് നോട്ട് ഇടാം, കേട്ടിട്ട് പറഞ്ഞാൽ മതി. അല്ല അങ്ങനെ പൂർണ്ണമായിട്ട് എനിക്ക് വിവരമില്ലാത്ത ഒരാളായിട്ട് പൂർണ്ണമായിട്ടില്ല, ഒരു 10% വിവരമുണ്ട്, ബാക്കിയില്ല. അതൊക്കെ അൻഷയല്ലേ, അൻഷയുടെ അത്രയ്ക്ക് അതെ കണ്ടോ, എനിക്കൊരു 1% ഉള്ളൂ ഇതൊക്കെ. അപ്പം അങ്ങനെ. പക്ഷെ വാട്ട് ഐ കൻ സേ ഇസ് ഇപ്പം ഈ കൂടെ നിന്ന് പല കാര്യങ്ങളും ആഴത്തിലേക്ക് അറിയാൻ പറ്റും. അതൊരു ഭയങ്കര നല്ല കാര്യമാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും ഓരോന്നിന്റെ അർത്ഥം എന്താണ്. ഒരാള് സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണല്ലോ, അതിന്റെ പിന്നിൽ എത്രമാത്രം രാഷ്ട്രീയമുണ്ട്, അതിന്റെ പിന്നിൽ എത്രമാത്രം റിലിജിയൻ ഉണ്ട്, വിശ്വാസം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഒരിക്കലും ചെന്നിട്ടില്ല. ഞാൻ ജനിച്ചത് പഠിച്ചതൊക്കെ കുവൈറ്റിലാണ്. നാട്ടിൽ വന്നു, സെറ്റിലായി, എഞ്ചിനീയറിംഗ് പഠിച്ചു, MA പഠിച്ചു, അങ്ങനെ പോയൊരു സാധാരണ ഒരാള്. അപ്പം ഇങ്ങനെ ഒരു പ്രണയത്തിലായി, കല്യാണം കഴിച്ചു. പക്ഷെ അതിന്റെ ഒരു പോസിറ്റീവ് എനിക്ക് തോന്നിയതാണ്, കുറച്ചും കൂടെ ഞാനൊരു റെസ്പോൺസിബിൾ ആയിട്ട് എൻവയൺമെന്റ് അറിയുന്ന ഒരാളായി. കുറച്ചും കൂടെ എനിക്കിപ്പം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. അതല്ലാതെ പണ്ട് മുതലേ ഞാൻ ഭയങ്കരമായ വിവരമുള്ള ആളായതുകൊണ്ടല്ല രാഹുൽ ഈശ്വർ എന്നെ കല്യാണം കഴിച്ചത്. അല്ല, ഒരു വിവരമില്ലായ്മയും ഒരു വിവരം ഉള്ളതും കൂടി ചേർന്ന ഒരു എല്ലാവർക്കും ചരിത്രത്തിലോ അല്ലെങ്കിൽ ന്യൂസിലോ താല്പര്യം ഉണ്ടാവണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഏരിയയാണ്. ചിലർക്ക് ചരിത്രമായിരിക്കും, ചിലർക്ക് പൊളിറ്റിക്സ് ആയിരിക്കും, ചിലർക്ക് സാമൂഹിക കാര്യങ്ങളായിരിക്കും, ചിലർക്ക് സാമുദായിക കാര്യങ്ങളായിരിക്കും, ചിലർക്ക് ആധ്യാത്മികമായിരിക്കും. പക്ഷെ ഒന്നിനും നിങ്ങൾക്ക് താല്പര്യം എന്തായാലും ഒരു സമാധാനമുണ്ട്. നടുക്കിരിക്കുന്ന എന്തായാലും വിവരമുള്ള ആളാണ്. അപ്പുറത്തും ഇപ്പുറത്തുള്ളവര് ഇല്ല. നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഞാൻ പഠിച്ചു തുടങ്ങിയാല് ഞാൻ നന്നായിട്ട് അതിനെപ്പറ്റി അറിഞ്ഞിട്ട് മാത്രമേ ഇപ്പൊ ഒരു ചർച്ചയ്ക്ക് എന്നെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ചർച്ചയ്ക്കൊക്കെ എന്നെ വിളിക്കുന്നത് അതെന്താ വെച്ചാൽ ആ വിഷയത്തിന്റെ ഒരു അത് നമ്മുടെ ആത്മാവാണ്. ആ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒന്നും എന്താ പറയാ, എത്രയോ മലയാളികൾ തെരുവിലിറങ്ങി അതിനുവേണ്ടി അല്ലെ പ്രതിഷേധിച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ. പക്ഷെ അതല്ലാതെ വേറെ എന്ത് വിഷയം വന്നാലും എനിക്ക് അറിഞ്ഞിടാത്ത വിഷയമാണെങ്കിൽ ഞാൻ കഴിയുന്നതും ഐ എം നോട്ട് പ്രിപ്പയർഡ്, ഐ വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്, ഐ എം സോറി അങ്ങനെ പറയും. അപ്പൊ എവിടുന്ന് എന്റെ അടുത്ത് പറയും, എടേ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് തരാൻ ഞാനില്ലേ, ഞാൻ പറഞ്ഞു തരില്ലേ ചോദിക്കും. എനിക്ക് ഇഷ്ടം പാട്ട്, നല്ല സിനിമ, ഡാൻസ്, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്, ഫുഡ് ഏറ്റവും ഇഷ്ടം. ഫുഡ് എങ്ങനെ ഉണ്ടാക്കോ? സ്പെഷ്യൽ നമ്മുടെ ഈ സാധാരണ ഈ ചോറ്, അങ്ങനത്തെ തോരൻ, അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും എനിക്കും താല്പര്യമില്ല, ഞാൻ ഉണ്ടാക്കില്ല. അതല്ലാത്ത നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ, ഡെസേർട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പാച്ചക്കുട്ടിന് ഞങ്ങളുടെ മോന് കുക്ക് ചെയ്തൊക്കെ ഉണ്ടാക്കിയൊക്കെ. അപ്പൊ ഈ ഓണത്തിന് ഇപ്പൊ എന്താണ് ഇവിടെ സ്പെഷ്യൽ? ഓണത്തിന് എന്റെ സ്പെഷ്യൽ പാൽപ്പായസമാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് റെഗുലർ ആയിട്ട് പാൽപ്പായസം. അത് പാൽപ്പായസം ഉണ്ടാക്കണ എങ്ങനെയാ വെച്ചാൽ ലക്ഷ്മി നായർ ചേച്ചി, പിന്നെ വീണാസ് കറി വേൾഡ്, അതേപോലെയുള്ള യൂട്യൂബ് ചാനൽസ് എല്ലാം നോക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് ഉണക്കലരിയാണോ ആരാണ് ബെസ്റ്റ് നോക്കി ഞാൻ ഒരു ഉത്രാടത്തിനും മുൻപ് തൊട്ടേ ഞാൻ തുടങ്ങി സാമ്പിൾ നോക്കി ഞാൻ പോകും, ഏതാണ് ഏറ്റവും കറക്റ്റ്. എന്റെ ഓണത്തിനാണ് ഞാൻ നല്ല കറക്റ്റ് ആയിട്ട് പായസം. എന്റെ മോനെ എനിക്ക് അമ്മ വെക്കുന്ന പിങ്ക് പായസം വേണം, പിങ്ക് പായസം വേണം എന്ന് പറയും. അപ്പൊ അത് എന്റെ സ്പെഷ്യാലിറ്റി. പക്ഷേ ഈ വർഷം നമുക്ക് ഓണമില്ല, അതുകൊണ്ട് ഞങ്ങള് സദ്യ ഒന്നും ഒരുക്കുന്നില്ല. എന്ത് പറ്റി ഓണം? അത്യാവശ്യം ഒരു പായസത്തിൽ എന്തെങ്കിലും ഒതുക്കാം, അങ്ങനെ എന്തെങ്കിലും കുക്കിംഗ് എന്തെങ്കിലും വെള്ളം ചൂടാക്കും. അതൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം, അപ്പൊ നമുക്ക് കുക്കിംഗ് അറിയാമോ എന്നുള്ളത് ചോദിക്കണം.
ദീപയുടെ ചരിത്രം പോലെയാണ് ഈ കുക്കിംഗ്. ഒന്നും അറിയില്ല കുക്കിംഗ്. ബേസിക്കലി പഠിക്കുന്നത് നല്ലതാണ്. കോഫി അത്യാവശ്യം ഞാനൊരു കോഫി അഡിക്റ്റ് ആണ്. അപ്പൊ ചേട്ടൻ പലപ്പോഴും ഈ ചേട്ടന്റെ സമയത്തിനൊന്നും നമുക്ക് ഒരു ഇതും പറയാൻ പറ്റില്ല. ചിലപ്പോ പാതിരാത്രിക്കായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഒരു ഉറക്കത്തിലൊക്കെ ആയിരിക്കും. അപ്പം എന്റെ അടുത്തോ അമ്മയുടെ അടുത്തോ വിളിച്ച് ഇങ്ങനെ കാപ്പി വേണമെന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ചിലപ്പോ ഒക്കെ പറയുമ്പോ ചിലപ്പോ എങ്കിലും ഞങ്ങൾക്കും തോന്നും ഇനി ഇപ്പൊ കാപ്പി തോന്നൂലേ പാതിരാത്രിയൊക്കെ പറയുമ്പോ. രാത്രി 2-3 മണിക്കൊക്കെ ചോദിക്കും. എന്ന് വെച്ചാ അങ്ങനെ റെഗുലർ എന്നല്ല, പക്ഷെ ചേട്ടൻ യാത്രകൾ കഴിഞ്ഞിട്ടൊക്കെ വരുന്നതായിരിക്കും അങ്ങനെ. അപ്പൊ അത് കാണുമ്പോ എന്ത് ചെയ്യും, പതുക്കെ കോൾഡ് കോഫിയിലേക്ക് മാറി. അതാവുമ്പോ എളുപ്പമാണ്. പാലിനകത്ത് കാപ്പിപ്പൊടിയുടെ പഞ്ചസാര ഇടുക, ഫ്രിഡ്ജിനകത്ത് വെക്കുക, കുറച്ചു നേരം സമയം കഴിഞ്ഞിട്ട് എടുക്കുക കോൾഡ് കോഫി. അപ്പൊ ഗ്യാസ് ഓൺ ആക്കേണ്ട, കുക്കിംഗ് വേണ്ട. പരാതിയൊന്നുമില്ല. അയ്യോ പരാതിയുടെ പ്രശ്നമേ ഇല്ല. ആഹാരം പ്രത്യേകിച്ച് നിർബന്ധം. അല്ല ഒരു കാര്യങ്ങളിലും അങ്ങനെ ഒരു പരാതി പറയുന്ന ഒരു നേച്ചർ ചേട്ടന്.